നീയായിരുന്നു വട. ആ ഏതായാലും ഇപ്പൊ എനിക്ക് ആശ്വാസമായി. ഒന്നും മിണ്ടാനും പറയാനും ഒരാളായല്ലോ. എന്നെ ഈ ഇരുട്ട് മുറിക്കാതെ കൊണ്ടിട്ടിട്ട് പോയതാ അങ്ങേര്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമുക്കിങ്ങനെ മുറിക്കാതിരുന്ന് പരിചയമുണ്ടോ ജഗ? തൽക്കാലം ഇതേ ഉള്ളു മാർഗം. ചെറിയൊരു മിസ്റ്റേക്ക് മതി, പിന്നെ അകത്താ. കുറെ കാലത്തേക്ക് പുറത്തിറങ്ങേണ്ടി വരില്ല. എന്തോ നാടാ ഇത്? ഇത് നിനക്കുള്ള കുറച്ച് ഡ്രസ്സാ. രാമവൻ സാർ തന്നു വിട്ടതാ. അതെങ്കിലും ഓർത്തല്ലോ. അപ്പോ എനിക്ക് കൂട്ടായി കുറച്ചു ദിവസം നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? അത് നടക്കില്ല ആശാനെ. ഇതിവിടെ എത്തിക്കുക, മടങ്ങി പോവുക, അതാണ് എന്റെ ഡ്യൂട്ടി. എന്തൊരു ബോറടിയാ ഇതിനകത്ത്. അത് അയാൾക്കറിയാവോ? അയാൾ AC കാര് ചെത്തിയടിച്ച് കിടക്കുകയല്ലേ. ഏതായാലും ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ. ആ പണ്ടാരം അടങ്ങാൻ ഇയാളെ എപ്പോ വിളിച്ചാലും കിട്ടില്ലല്ലോ. ഔട്ട് ഓഫ് റേഞ്ച്. ഇയാളെന്താ നാട് വിട്ടുപോയോ? ഡാ, വെറുതെ ചോദിക്കുകയാണെങ്കിലും ഒരു സംശയം. എന്നെ ഇവിടെ ആക്കിയിട്ട് അയാൾ മുങ്ങിയ? ഏയ്, നമ്മളെക്കാൾ കപ്പാസിറ്റി ഉള്ള ആളാ രാമവൻ സാറ്. അങ്ങേര് അങ്ങനെ മുങ്ങത്തൊന്നുമില്ല. ആ, നിനക്ക് ഇവിടെ എല്ലാ സെറ്റപ്പും റെഡി ആണല്ലോ. പിന്നെന്തോന്ന് ബോറടി? എന്നാ ഞാൻ പോകുന്നു. ആ, എത്രയും പെട്ടെന്ന് നിന്നെ വന്ന് കാണാൻ രാമവൻ സാറിനോട് ഞാൻ പറയാം. പറയണം. ഇല്ലെങ്കിലേ ഞാൻ നേരെ പുറത്തേക്കങ്ങ് ഇറങ്ങും. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അകത്താ. അപ്പം കൂട്ടാവുമല്ലോ. നടന്നതുപോലെ തന്നെ. ശരി, എന്നാ നീ ചെല്ല്. വാതിലടച്ചോ. ഞാൻ പോട്ടെ. ഓ, എനിക്ക് തെറ്റിപ്പോയി താരെ. എനിക്ക് മാത്രമല്ല, ശങ്കർജി സാറിനും തെറ്റുപറ്റി. എന്തേ? ഇപ്പൊ തോന്നുന്നു പ്രസാദിനെ കാണാൻ പോകരുതായിരുന്നെന്ന്. അതൊരു വെറും തെറ്റിദ്ധാരണയായിരുന്നു. പഴയ അനുഭവങ്ങൾ വെച്ച് പുതിയ പ്രസാദിനെ അളന്നതിൽ സംഭവിച്ച തെറ്റ്. അതെ താരെ, സുമിത്രയെ സ്നേഹിക്കാനും അറിയാനും അംഗീകരിക്കാനും തയ്യാറില്ലാത്ത സംശയരോഗിയായ ഒരു പ്രസാദ്. അയാളെയാണ് എനിക്ക് പരിചയം. ഈഗോയുടെ പലതരം കോംപ്ലക്സുകളുടെ കേന്ദ്രമായിരുന്നു അയാൾ. സുമിത്രയുടെ പ്രതിഭയെ അയാൾ മുരടിപ്പിച്ചു. വീട്ടിലും പുറത്തും സുമിത്രയെ ഇൻസൾട്ട് ചെയ്തു. അതിലാനന്ദിച്ചു. അതായിരുന്നു പഴയ പ്രസാദ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് മറ്റൊരു മനുഷ്യനെയാണ്. അത്ഭുതം തോന്നിപ്പോയി. ഒരു ജന്മത്തിൽ തന്നെ രണ്ടാമതൊരു ജന്മമോ എന്ന് അമ്പരന്ന് പോയി. അപ്പോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? കുറെ സംസാരിച്ചു. ആ സംസാര രീതി തന്നെ മാറിപ്പോയി താരെ. ശാന്തമായി, ഒട്ടും ഇമോഷണൽ ആവാതെ, അങ്ങനൊരു രീതി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ പൊട്ടിത്തെറിക്കുന്ന ആ പഴയ മുൻകോപിയെ ഞാൻ ഓർത്തു. എന്തൊരു മാറ്റം! അപ്പോ ശങ്കരമാവ് സംശയിച്ച പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രസാദേട്ടൻ ദിലീപേട്ടനെ കാണാൻ ചെന്നതിന് ചീത്ത ലക്ഷ്യമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഒരർത്ഥത്തിൽ ശങ്കർജി സാറിനെയും കുറ്റപ്പെടുത്താനാവില്ല. അനുഭവങ്ങളെ മറക്കാൻ കഴിയില്ലല്ലോ. സുമിത്രയുടെ ജീവിതം തകർന്നു പോകാൻ കാരണക്കാരനായവനാണ്. എങ്ങനെ വിശ്വസിക്കും? പിന്നെന്തിനാ പ്രസാദേട്ടൻ ദിലീപേട്ടനെ കാണാൻ പോയത്? വെറുതെ ഒരു നല്ല ജീവിതം ആശംസിക്കാൻ മാത്രം.
ആ ആശംസയിൽ അസൂയയില്ല, ശാപമില്ല. അതെനിക്ക് വ്യക്തമായി താരെ. പ്രസാദിന്റെ മുഖം അത് പറഞ്ഞു. സുമിത്രേച്ചി ദിലീപേട്ടനെ വിവാഹം ചെയ്യുന്നതിൽ പ്രസാദേട്ടന് ഒരു ദുഃഖവും ഇല്ലെന്നാണോ? അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ദുഃഖമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദുഃഖമുള്ളതാണ് പ്രസാദിന്റെ മാറ്റം. വെറും ദുഃഖമല്ല, നഷ്ടബോധം. പക്ഷേ യുദ്ധം മതിയാക്കി തോൽവി സമ്മതിച്ച് തിരികെ പോകുന്ന ഒരാളെ പോലെയാണ് പ്രസാദിന്റെ മുന്നിൽ നിന്ന്. ഒന്ന് തീർച്ചയാണ് താരെ, സുമിത്രയുടെയും ദിലീപിന്റെയും ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും പ്രസാദ് ഒരു കരടാവില്ല. ഇതറിയുമ്പോ ശങ്കരമാമിക്ക് എന്ത് സന്തോഷായിരിക്കും അല്ലേ? ഓ, എന്നെ ഇവിടെ തള്ളിയിട്ടങ്ങ് പോയെന്ന് വിചാരിച്ചു. എവിടെ ആയിരുന്നു ഇതുവരെ? നിന്നെ ഇവിടുന്ന് പുറത്തിറക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കായിരുന്നടാ ഞാൻ. എന്ന് ഇതിനകത്ത് എന്നെ കഴിയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് വേറെ സ്ഥലം വല്ലതും കണ്ടുപിടിച്ചോ? സ്ഥിതി തൽക്കാലം നമുക്ക് അനുകൂലമല്ലടാ. പോലീസ് പരക്കം പായുകയാണ്. അതുകൊണ്ട് ഉടനെ ഒന്നും നീ തല പുറത്ത് കാണിക്കണ്ട. ശ്ശേ, ഇത് വലിയ കഷ്ടമായല്ലോ. നിനക്കിവിടെ എന്താ കുഴപ്പം? സമയാസമയത്ത് ഉഗ്രം ഫുഡ്, ഇഷ്ടം പോലെ മദ്യം ഒക്കെ കിട്ടുന്നില്ലേ മുടങ്ങാതെ? പോരാത്തതിന് എഗ്രിമെന്റ് അനുസരിച്ചുള്ള സംഖ്യ നിന്റെ വീട്ടിൽ എത്തിച്ചും കഴിഞ്ഞു. പിന്നെന്താ? പോലീസുകാരന്റെ വീട്ടിലെങ്ങനെ ചെന്നോ? ഇല്ല, അഡ്രസ് തെറ്റിച്ച് കൊടുത്തതുകൊണ്ട് ഇതുവരെ ആ വഴിക്ക് ചെന്നിട്ടില്ല. ഇനി അഥവാ അന്വേഷിച്ച് പിടിച്ച് എന്നാലും വീട്ടുകാർക്കും നിന്റെ ഈ താവളം അറിയില്ലല്ലോ. ഒരുപാട് തല്ലുകേസും കുത്തുകേസും ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ രാപ്പകല് ഒരു ഇരുട്ടുമുറിയിൽ കുത്തിപ്പിടിച്ചിരിക്കേണ്ട ഗതികേടൊന്നും ഈ മുരുകന് വന്നിട്ടില്ല. ഒന്ന് മിണ്ടാനും പറയാനുമെങ്കിലും ഒരാളിനെ കിട്ടിയിരുന്നെങ്കിൽ അത്രയെങ്കിലും ആശ്വാസം കിട്ടിയത്. ഒരു പോലീസ് കോൺസ്റ്റബിളിനെ കൊണ്ടുവന്ന് തരാം, മിണ്ടാനും പറയാനും. എന്താ മതിയോ? മനുഷ്യരുടെ വാലിന് തീ പിടിച്ച പോലെയാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു... നിനക്കറിയാമോ, ഈ ടെൻഷൻ കാരണം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. വേണ്ടാത്ത പണിക്ക് നിന്നിട്ടല്ലേ? ദാ കൂടെ നിന്ന് ഓരോന്ന് ചെയ്തിട്ട് പിന്നെ മാറി എന്ന് കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ, എനിക്കിതുകൊണ്ടൊരു ഗുണമുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നിനക്കും കിട്ടും. കിട്ടും കിട്ടും. കാര്യം നടന്നു കിട്ടിയ പിന്നെ സാറ് ഈ മുരുകനെ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കഞ്ഞിട്ടാണോടാ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ നിന്നെ തന്നെ സെലക്ട് ചെയ്തത്? വിവരവും ഇല്ല, ബോധവും ഇല്ല, തനി കഴുത. ആ, മൊബൈൽ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓ, അത്യാവശ്യം ഉണ്ടെങ്കിലേ വിളിക്കാവൂ, ഇല്ലെങ്കിൽ റിസ്കാ. ഞാൻ പോന്നു. അപ്പോഴേ ഒന്ന് നിന്നേ. എന്താ? കുറച്ച് കാശ് വേണ്ടിയിരുന്നു. കാശോ? നിനക്കെന്തിനാ ഇപ്പൊ കാശ്? ആവശ്യങ്ങളില്ലേ? ഇതിനകത്ത് ഇപ്പൊ കാശ് കിട്ടിട്ട് നീ എന്ത് ചെയ്യാനാ? അതൊന്നും സാർ അറിയണ്ട. എനിക്ക് കാശ് കിട്ടണം. അഞ്ഞൂറ് ഉലുവേ? എന്താ വേണ്ടേ? ആ, ഉള്ളതാവട്ടെ. പിന്നെ ഇന്ന് ഇവനെ കൊണ്ടുപോകുന്നില്ലേ? ഇവനില്ല. അന്ന് കഴിച്ചപ്പോൾ നിന്റെ പ്രകടനം ഞാൻ കണ്ടതാ, അതുകൊണ്ട് ഇന്ന് കൊണ്ടുവന്നില്ല. അല്ല, അന്നത്തെ ബാലൻസ് എല്ലാം കഴിച്ചു തീർന്നോ? കൊള്ളാം. അതൊന്നും നാക്കി തൊടാൻ പോലും ഇല്ലായിരുന്നു. മിണ്ടാനോ ആരുമില്ല. പിന്നെ ആകെയുള്ള ആശ്വാസം ഈ വെള്ളോടിയാ. അതിനും പോക്കലെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നീ തലയും കുത്തിക്ക്. എന്തോന്ന്? അടങ്ങന്റെ മുരുക, സാധനം നമുക്ക് സംഘടിപ്പിക്കാം പോരെ? ഓ, മതി.
നദി വരണ്ടു പോയിരിക്കുന്നു. യാത്രികരെ മറുകര എത്തിച്ച തോണികളും ഓളങ്ങളുടെ വാത്സല്യവും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. നദി മാത്രമല്ല, പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടി വരൾച്ചയെ നേരിടുകയാണെന്ന് രേവതിക്ക് തോന്നി. എന്താ ഗൗരവത്തിലൊരു വായന? കഥയാണ് സുമിത്ര എഴുതിയത്. വാ ഇരിക്ക്. ഇതെന്താ ഇപ്പോഴെടുത്ത് വായിക്കാൻ കാരണം? നേരത്തെ വായിക്കേണ്ടതായിരുന്നു. എപ്പോഴും എന്തിലും ഞാൻ വൈകി പോകുന്നു. ഛേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ അതാണ് സത്യം. അന്ന് ഈ കഥ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതെഴുതിയ സുമിത്രയും ശ്രദ്ധിച്ചില്ല. സത്യത്തിൽ എൻ്റെ ആ അവഗണനയിൽ അവൾ എത്രമാത്രം വേദനിച്ചു കാണും. പലതും ഓർമ്മ വരുന്നു. അവളുടെ അച്ഛൻ അവൾക്ക് സമ്മാനിച്ച പുസ്തകങ്ങളെ പുച്ഛിച്ച് സംസാരിച്ചത്, അവൾക്ക് അവാർഡ് കിട്ടിയ ചടങ്ങിൽ പോകാതിരുന്നത്, എത്ര ഓർമ്മകൾ. ഈശ്വര, ഇപ്പൊ സുമിത്ര എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ പേനയും കടലാസും എടുത്ത് കൈ കൊടുത്തിട്ട് ഒരു കഥ എഴുതൂ എന്ന് ഞാൻ പറഞ്ഞേനെ. എന്നിട്ട് അവൾ എഴുതുന്നതും കണ്ട് അടുത്തിരുന്നേനെ. ആ കഥ പ്രസിദ്ധീകരിച്ചു വരുന്ന വാരിക വാങ്ങി ഞാൻ തന്നെ എല്ലാവരും കാണിച്ചേനെ. ഒന്നും സംഭവിച്ചില്ല. എല്ലാം തിരിച്ചറിയുമ്പോഴേക്കും നഷ്ടപ്പെട്ടുകൂടാത്തതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ പ്രസാദ്? ഇനി മനസ്സിൽ നിന്ന് അതെടുത്ത് മാറ്റം നോക്കണം. നോക്കിയേ പറ്റൂ. എന്തായാലും വരച്ച വരകളൊന്നും ഇനി മാറ്റി വരയ്ക്കാൻ കഴിയില്ല. പിന്നെന്തിനാണ് ഈ സ്വയം പഴിക്കൽ? ഇന്നലെ പറ്റിയല്ല, നാളെ പറ്റി ചിന്തിക്കേണ്ടത്. പ്രസാദ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.